വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ റിംഗ് ബ്രെഡാണ്. ഇത് ശരിക്കും ഒക്കേഷണലി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി സ്നാക്കാണ്. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ പിസ്സ ഒക്കെ ചെയ്ത പോലെ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട സംഭവമാണ്. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രസൻറ്റബിൾ സ്നാക്കാണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം ബ്രെഡ് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 കപ്പ് മൈദ. ഇനി ഈ കപ്പിനാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈസ്റ്റിന്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു മുട്ടയും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞു കിട്ടുമ്പം കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെക്കണം. ഒരു ഫുഡ് റാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടായാലും ഒന്ന് ഒട്ടും ഏറെ കയറാതെ ഒരു 2 മണിക്കൂറത്തേക്കെങ്കിലും ഒന്ന് മൂടി വെച്ചേക്കണം. എന്നാലേ മാവ് നന്നായിട്ട് പൊങ്ങി വരൂ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 1 കപ്പ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഇനി പൊടികൾ ഇടാം. 1 നുള്ളു ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിനി ഒന്ന് കുറുകാൻ തുടങ്ങും. 2 കപ്പ് ഷ്രെഡഡ് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ചിക്കനിൽ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം ബോൺസ് എല്ലാം മാറ്റിയിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാവുമ്പം ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എരിവൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് എരി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി പുറത്തെടുത്ത് കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം നീഡ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ പറ്റുന്നത്രയും വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരു ബേക്കിംഗ് പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം പരത്താൻ, കാരണം അതിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം ഇനി കട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്
ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പം അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് ഇങ്ങനെ ബേക്കിംഗ് പേപ്പറിൻ്റെ പുറത്ത് തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് പ്ലെയിനായിട്ട് കട്ട് ചെയ്തെടുക്കുക 4 സൈഡും. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് നിരത്തി വെക്കണം. ഇനി കുറച്ച് മോസറല്ല ചീസ് ഇതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ താഴ്വശത്തൊന്ന് വെർട്ടിക്കലി താഴോട്ട് ഇങ്ങനെ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്ത് വെക്കണം. ഒരു നൈഫും വെച്ച് കട്ട് ചെയ്താലും മതി. എന്നാലും ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മടക്കി ഇങ്ങനെ റോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരണം. റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഷേപ്പ് ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് എഗ് വാഷ് ചെയ്യണം. ജസ്റ്റ് ഒരു മുട്ട പൊട്ടിച്ച് കലക്കി ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുവാണ്. ഇനി ബേക്ക് ചെയ്തെടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകൾ വശം ബ്രൗൺ ആയിട്ട് വരണം. അതുകൊണ്ട് ടോപ്പ് കോയിലും കൂടെ ഓണാക്കണം. നമ്മുടെ ചിക്കൻ റിംഗ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. മുകൾ വശമൊക്കെ നല്ല പെർഫെക്റ്റ് ബ്രൗൺ ആയിട്ട് വന്നു. ഇതിൻ്റെ കൂടെ മയണൈസോ കെച്ചപ്പോ ഒക്കെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിനി മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.